നിങ്ങളോട് ഈ പടി കയറി പോരുതെന്ന് അച്ഛനും ചെറിയച്ഛനും പറഞ്ഞ ഇനി ഞാൻ കൂടി പറയണം. നീ എന്തിനാ മെക്കിട്ട് കയറാൻ വരുന്നേക്കൂ? ഞാൻ അമ്മാവനോടൊരു കാര്യം പറയാൻ വന്നത്. ആരാ? ദേഷ്യപ്പെടാൻ വരട്ടെ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതായപ്പോൾ തോന്നിപ്പോയൊരാശയാണ് ഇവിടുത്തെ ഒത്തിരി മണ്ണെങ്കിലും എന്നതായിട്ട് വേണമെന്ന്. അത് തീരുമാനിക്കാൻ കോടതി വരെ പോകണ്ട അമ്മാവ. എനിക്കും അമ്മയ്ക്കും ഇവിടുത്തെ ഒരു മന്ദരി പോലും വേണ്ട. ചോദിക്കാൻ വരുന്നുമില്ല. അന്ന് അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിന് അമ്മ എന്നോട് ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും ഭാഗം തിരിക്കുമ്പോൾ ഞങ്ങളുടെ വീതം പകുത്തു വെക്കണമെന്ന് അമ്മാവന് തോന്നിയാൽ അതെടുത്ത് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. 4-5 വർഷമായിട്ട് തെയ്യം മുടങ്ങി കിടക്കുകയല്ലേ, അതിനെങ്കിൽ. അവന്റെ നാവിന്ന് വീണിട്ട് വേണ്ടി വന്നു എന്ന് വെച്ചാലും ബാക്കി നിൽക്കുന്ന കടം കടം തന്നെയാ. ഇനി ഏത് കടമാണച്ചാ? ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഞാനൊരു വിധം തീർത്താണല്ലോ. അത് മനുഷ്യരുടെ കടം. തെയ്യം നടത്തിയിട്ട് കൊല്ലം എത്രയായി? ദൈവങ്ങളുടെ കടം ബാക്കിയിട്ടതിന്റെ അനുഭവം. ആ, ഓർക്കാഞ്ഞിട്ടല്ല, വഴി കാണണ്ടേ. അങ്ങനെ കരുതിയതാ തെറ്റ്. വഴി ഉണ്ടാക്കണം. ഇക്കുറി തെയ്യം നടത്തിയേ പറ്റൂ. പെട്ടെന്നെന്താ ഏട്ടനിങ്ങനൊരു ഭൂതോദയം? തെയ്യം നടത്താന്ന് പറഞ്ഞ രൂപ എത്ര വേണ്ടേ? എണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ചെലവല്ലടാ പ്രശ്നം. അവൻ കയറി വന്ന് ഓഹരി വേണ്ടാത്തൊരു പ്രസ്താവന. മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ നടത്താൻ അതെടുക്കാമെന്നൊരു ഔദാര്യവും. അത് കേട്ട ഉടനെ തെയ്യം നടത്താനുള്ള ഏട്ടന്റെ ഏർപ്പാട്. ഇതൊക്കെ തമ്മിൽ എന്തോ ബന്ധമില്ലെന്നാ. എന്ത് ബന്ധം? അയാളവൻ അപ്പൊ തന്നെ പോയി. നിനക്കെന്തറിയാം? എടാ, നിന്റെ അച്ഛൻ എന്റെ ചേട്ടൻ പരമശുദ്ധനാ. അങ്ങേരുടെ തലയ്ക്കകത്ത് കയറിയിരുന്നവൻ ചിന്തിക്കാൻ തുടങ്ങിയോ എന്നെനിക്കൊരു സംശയം. നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛനിരിക്കുന്ന കസേരയിൽ ആ എംബോക്കിയിരിക്കുന്നത് നീയും ഞാനും കാണേണ്ടി വരും. ചെറിയച്ഛൻ പറയണത് പോലെ ഞാൻ ചെയ്യാം. ആ, ഒന്ന് നിന്നേ. സുധയല്ലേ? അതെ. അയ്യോ, അലുവ കഷ്ണം മുറിച്ചു വെച്ചോലൊരു തങ്കക്കൂട ആണല്ലോ. ഞാൻ റാഹേൽ, നിങ്ങളുടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ. പോട്ടെ. ഞാനിന്നൊരാളെ കണ്ട്. നിങ്ങളുടെ സുധേ. ചെന്ന് പരിചയപ്പെട്ട്. പാവം, സങ്കടം തോന്നും അതിന്റെ മോറ് കണ്ട. എനിക്കെല്ലാം അറിയാല, പിന്നെന്തിനാ മറയ്ക്കണത്? ഞാനൊരു കാര്യം പറഞ്ഞ ചെയ്യുവാ. നമ്മ ഇങ്ങനെ സന്തോഷായിട്ട് കഴിയുമ്പം അതിനെ ഇങ്ങനെ ദണ്ണപ്പെടാൻ വിടണത് ശരിയാണോ? മുക്കര കുടിയനാണ്, ഒന്നിനും ഒരു പിടിപ്പില്ലാണ്ടെന്നല്ലാതെ വേറൊരു ദൂഷ്യം അതിന്റെ കെട്ടിയോനില്ലെന്നാ അമ്മ പറയണത്. നിങ്ങ വിചാരിച്ചാ അതിയാനെ ഒരു വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? ഞാനോ? ചെന്ന് മുഖത്താട്ട് നോക്കി 4 പുളിച്ച വർത്താനം അങ്ങാട്ട് പറയുന്നു. അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിലാളൊഴിഞ്ഞു. എന്റെ പൊന്നി കേട്ടാ അതങ്ങോട്ട് വലിക്കേ. എനിക്ക് തറ അടയ്ക്കണം. അച്ചു, ഒരു 100 കൂടി. ഒരു തുള്ളില്ല ഇവിടെ. എണീറ്റേ. പറടാ, ഈ ഷാപ്പിന് എന്താ വില? എത്ര കിസ്ത അടച്ചത്? വാങ്ങും. താനാല? അതൊക്കെ പിന്നെ പറയാം. ഈ ഷാപ്പ് അല്ലെങ്കിൽ വേറെ ഷാപ്പ്? ഇങ്ങി വരാൻ. വന്നേ. നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന്
ഗോപി മനസ്സിലാക്കുന്നില്ല. എന്റെ ഭാര്യയും കുഞ്ഞും വരെ എന്നെ ഉപേക്ഷിച്ചു പോയി ആശാനെ. ഉപേക്ഷിച്ചു പോയതല്ല, സഹി കേട്ട് തന്റെ കുഞ്ഞിനെ കഴുത്തിരിച്ചു കൊന്ന് ആത്മഹത്യ ചെയ്യാൻ ധൈര്യം കിട്ടാണ്ട് ഓടി രക്ഷപ്പെട്ടെന്ന് പറയേ. ഇതൊക്കെ പറയാൻ ഞാനാരല്ലേ? തന്റെ ഭാര്യയെ ഓർമ്മ തെളിഞ്ഞ നാളു തൊട്ട് സ്നേഹിച്ച് സ്വന്തമാക്കാൻ കൊതിച്ച മനുഷ്യൻ, അവളുടെ മുറച്ചെറുക്കൻ. എന്നേക്കാളും യോഗ്യനായ ഭർത്താവിനെ പ്രതാപം നോക്കി കണ്ടുപിടിച്ചാണ് അവളുടെ അച്ഛൻ തന്നെ. ഇന്ന് ഞാൻ വേറെ വിവാഹിതനാണ്. പക്ഷെ അന്ന് തന്നെ ഉപേക്ഷിച്ച് അവൾ ഓടി വരുമ്പോൾ അല്ലായിരുന്നു. ഞാൻ അവളോട് കെഞ്ചി അവളെ ഞാൻ ഏൽക്കാമെന്ന്. അവൾ പറഞ്ഞ മറുപടി അറിയോ? മരിക്കണതുവരെ തന്റെ മകന്റെ അമ്മ മാത്രമായിരിക്കും അവളെന്ന്. ആശാനെ, ഞാൻ മടിശീലയുടെ കനം കുറയുമ്പോൾ ചങ്ങാതിമാരുണ്ടാവില്ല, ബന്ധുക്കളുണ്ടാവില്ല. ഒടുക്കം ഉഴുത്ത പട്ടിയെപ്പോലെ തെരുവോരത്ത് തെണ്ടി അലഞ്ഞ് വീണിച്ചാകുമ്പോൾ തന്നെ ഓർത്ത് കരയാൻ അന്നും ആ പെണ്ണെ കാണൂ. വായി കരിയിടാൻ തന്റെ മകനെ ഉണ്ടാവും. പറഞ്ഞ തുക മുഴുവനുണ്ട്. ഉപകാരമായി. നീ വെച്ചോ. വേണ്ട, ഒരു കൊല്ലത്തെ തേങ്ങയുടെ മൊത്തം കാശാണ്. പെരുവണ്ണാനും ചെണ്ടക്കാരൻ കൊടുത്തു കഴിഞ്ഞാ ബാക്കി എന്റെ കഷ്ടിയെ കാണൂ. അച്ഛൻ തന്നെ അച്ഛാ മതി. നിനക്ക് മനസ്താപം കാണും. ഈ തുക കൊണ്ട് നീ പലതും ഉദ്ദേശിച്ചിരിക്കും. നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. ആവശ്യങ്ങൾ മുടങ്ങാണ്ട് വേറെ വഴി തുറന്നു കിട്ടും. ക്ഷമിക്കണം, ഞാൻ വേറൊരു ലോകത്തിലായിരുന്നു. ഇനി എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. എന്റെ ഭാര്യയോട് മാപ്പ് പറയണം. അകത്തേക്ക് ചെല്ലുക. സുധേ, നോക്ക്, ദൈവങ്ങളുടെ കടം വീട്ടും ഉറപ്പിച്ചതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ ഫലം കണ്ടോ? ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു നിന്റെ ഓപ്പോളുടെ കണ്ണീര്. പരിഹാരം കൊണ്ടെത്തുന്നത് കണ്ടോടാ. സൂക്ഷിച്ച് ഇതാ. അമ്മായിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എന്നെ മനസ്സിലായില്ലെങ്കിലും ഇവളെ മനസ്സിലാകാതിരിക്കില്ലല്ലോ. മനസ്സിലാകാണ്ട് എവിടെ പോവാനാണ്? മരുമകളല്ലേ? ഇവൻ ഞാനെന്ന് കണ്ടേനേക്കാളും വലുതായി കേട്ടാ. വന്ന കാലം നിൽക്കാണ്ട് ഇങ്ങാട്ടിരിന്ന്. ഒന്ന് അമ്പലത്തിൽ വരെ പോയി. ഉണ്ണിയില്ലേ ഇവിടെ? പുറത്താട്ട് പോയി. വരുമ്പോ ഉച്ച കഴിയും. അമ്മായി, നിനക്ക് എങ്ങനെ കഴിയുന്നു ഇതൊക്കെ? എന്ത്? അമ്മ പോലും അതിശയിച്ചു പോയി. സുധയുടെയും ഗോപിയുടെയും അടുത്ത് ഇത്ര സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പെരുമാറാൻ. നമ്മുടെ വീട്ടിൽ വരുമ്പം പിന്നെ അങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാവൾ. എനിക്കറിയാവുന്നതാണല്ല. ഇങ്ങോട്ട് നോക്കിയേ.
നിങ്ങൾ സ്നേഹമുള്ളവനാ. എനിക്ക് നിങ്ങളെ വിശ്വാസ. നിങ്ങൾ സ്നേഹിച്ചവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നത്.